ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്ന ഒരു പ്രൊമോ തന്നെ ആട്ടോ. ആദ്യം കുറച്ച് ശോകമാണ്. നമ്മുടെ അച്ഛനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ചന്ദ്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, സച്ചി അവന്റെ കാറ് വിറ്റുന്ന്. അപ്പൊ സച്ചിയോട് നമ്മുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവനല്ലായിരുന്നോട് ആ കാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതിനേക്കാൾ എനിക്ക് വലുത് എന്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് വിതുമ്പി കരയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രനും ഭയങ്കരമായിട്ട് വിതുമ്പി കരയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ എല്ലാവരും കൂടി മുറിയിൽ കൊണ്ടുപോയി ഇരുത്തുക കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അവള് പോയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത്. സമയത്തിന് ഭക്ഷണമോ മരുന്നോ ഒന്നും ഞാൻ കഴിക്കില്ല. ഇനി അവള് ഈ കുടുംബത്തിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ ഈ രണ്ടും ഞാൻ ഇനിയും കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ കടുത്ത വാശിയിൽ തന്നെയാണ്. നമ്മുടെ രേവതിയെ കൊണ്ടുവരാതെ പച്ചവെള്ളം പോലും കുടിക്കില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി തിരികെ നമ്മുടെ രേവതിയെ വിളിക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി രംഗം തന്നെയാണ് പ്രേക്ഷകർ ഇന്നത്തെ ഒരു പ്രൊമോന്റെ എൻഡിങ്ങിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ സച്ചിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതി ഭയങ്കര സ്നേഹത്തോടുകൂടി നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ സച്ചി എങ്ങനെയായിരിക്കും, ദേഷ്യത്തിൽ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ രേവതി പോകുമോ ഇല്ലയോ, ഇനി അല്ല നമ്മുടെ രേവതിയുടെ ഭാഗത്തെ ആ ഒരു തെറ്റില്ല എന്ന് മനസ്സിലാക്കി സച്ചി സംസാരിക്കുകയാണെങ്കിൽ രേവതി കൂടെ പോകും. അല്ല വീണ്ടും കുറ്റപ്പെടുത്തി ഇങ്ങനെ വന്നോ അങ്ങനെ വന്നോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി പോലെ പറയുകയാണെങ്കിൽ നമ്മുടെ രേവതി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു അടിപൊളി എപ്പിസോഡാട്ടോ ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നോക്കി കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.